വാചകമെന്ന് വിചാരിക്കുന്നു. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. അതുകൂടാതെ where the mind is without fear and the head is held high, the words come out from the depth of truth. Where the mind is without fear and the head is held high, the words come out from the depth of truth. ഒരു വാക്യം കൂടി ഇതാണ്: വന്യ സന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം കാലാഹിന പരിഗ്രസ്തമാ മർത്യനും എന്ന് പറഞ്ഞിങ്ങനെ ബാക്കി. ഇതെല്ലാം ഞങ്ങൾ സ്കൂളിൽ പഠിച്ച വാക്യങ്ങളാണ്. ഞാനും പ്രിയപ്പെട്ട സുധാ മിസ്സൊക്കെ സ്കൂളിൽ പഠിച്ച വാക്കുകളാണ്. സ്കൂളിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ അധ്യാപകർ ഒരുപാട് പറഞ്ഞു തന്നതാണ്. The woods are lovely, dark and deep, but I have promises to keep. എനിക്ക് ഒരുപാട് മനോഹാരിതയുണ്ട് ഈ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. പക്ഷെ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ആ യാത്ര എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ട ആദ്യം പറഞ്ഞ മോളുടെ പേരെന്താ? ജസീന്ത. ജസീന്ത മോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, ജസീന്ത മോളുടെ യാത്ര ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല. ജസീന്ത മോൾ ഇപ്പൊ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ വിദ്യാഭ്യാസം നിർത്താനിരിക്കണം. യു മസ്റ്റ് ഗോ ബിയോണ്ട് ദാറ്റ്. അതിൻ്റെ അപ്പുറം പോകണം. അതിൻ്റെ അപ്പുറം പെട്ടെന്ന് അവിടെ മനസ്സിലാക്കി വരുന്ന ഡോക്ടറിനാണ്. അതിൻ്റെ അപ്പുറം പോകണം. യു മസ്റ്റ് ഗോ പോസ്റ്റ് ഡോക്ടർ. അതിൻ്റെ അപ്പുറം പോകണം. അതിൻ്റെ അപ്പുറം ഞാനിപ്പം അടുത്ത് ജോയിൻ ചെയ്യാനിരിക്കുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ DSc ആണ്. ഇതിലേക്ക് ആരും കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ഡോക്ടർ ഓഫ് സയൻസ്. അതിന് എനിക്ക് ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഞാൻ ആകുന്നത് 2027 എന്നാൽ ഇപ്പം എനിക്ക് 49 വയസ്സുണ്ട്. എൻ്റെ 52ാമത്തെ വയസ്സിൽ ഞാൻ ആ ഡിഗ്രിക്കുള്ള അഡ്മിഷൻ എടുക്കാനുള്ള യോഗ്യത എനിക്ക് കിട്ടുള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ അവസരങ്ങൾ നമുക്ക് ഇങ്ങനെ നൽകുന്നുണ്ട്. നിങ്ങളെല്ലാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് ഈ മാർഗദീപത്തിൽ മായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചത്. മാർഗം വഴിയാണ്, ദീപം വെളിച്ചമാണ്. വഴിയിൽ എപ്പോഴാണ് വെളിച്ചം വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ളത് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് ദീപത്തിന്റെ ആവശ്യം വരുന്നത്. അല്ലാത്തപ്പോൾ ദീപത്തിന്റെ ആവശ്യമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന യേശുമിശിഹായുടെ ജന്മദിനമായിട്ട് ലോകത്തിൽ കുറച്ചുപേര് ആഘോഷിക്കുന്ന ദിവസമാണ്. ഇത് മാത്രമല്ലല്ലോ, ഡിസംബർ 25 കുറച്ചുപേര് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ജനുവരി 6 കുറച്ചുപേര് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ജനുവരി 19 കുറച്ചുപേര് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇങ്ങനെ ഒരു കൃത്യമായ ഡേറ്റ് ഒന്നുമില്ല. നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. ഒരു കൂട്ടരും മാത്രം. ഗ്രീക്ക് ഓർത്തഡോക്സ് ഒക്കെ ആഘോഷിക്കുന്നത് ജനുവരി മാസം 6-ാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന യേശു ക്രിസ്തുവാണ്. ഈ ദാവീദിനൊരു പ്രത്യേകത ഉണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദാവീദിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോയി. ദാവീദിന്റെ ഒന്നുമില്ല, ആകെയുള്ളത് കല്ലും കവണയും മാത്രമാണ്. ഗോലിയാത്തിന്റെ എല്ലാ സാധനമുണ്ട്. നമ്മൾ മത്സരിക്കാൻ പോകുന്നത് 100% പരാജയപ്പെടും എന്നുള്ള ഒരു യുദ്ധത്തിലാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അന്നേരം എല്ലാവരും പറഞ്ഞു ദാവീദ് പരാജയപ്പെടും. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ പരാജയപ്പെടത്തില്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉള്ളപ്പോ ഞാൻ പിന്നെ അങ്ങനെ പരാജയപ്പെടുന്നേ. പ്രിയപ്പെട്ട സുധാ മിസ് പറഞ്ഞ ഒരു വാക്യം ഞാൻ അവസാനിപ്പിച്ചിട്ടോ, ഞാൻ പറഞ്ഞ അതേ തുടങ്ങി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എത്രയേ ഉള്ളൂ, ആമയുടെ മൊയിലിനെയും കഥ പറഞ്ഞു. അപ്പൊ എല്ലാം 100% ഉറപ്പായിരുന്നു ആമ ജയിക്കത്തില്ല. 100% ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചൊറ്റ ചോദ്യം, ആമ ദൈവവിശ്വാസിയായിരുന്നു. ഇവർ പങ്കെടുത്ത മത്സരം മാരത്തൺ ആയിരുന്നെങ്കിലോ? ഇവര് പങ്കെടുത്ത മത്സരം 100 മീറ്റർ ഓട്ട മത്സരം, 200 മീറ്റർ ഓട്ട മത്സരമാണെങ്കിൽ മുയിൽ ജയിക്കത്തുള്ളൂ. മാരത്തൺ ഓട്ട മത്സരമാണെങ്കിൽ ആമയെ ജയിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വലിയ ദൂരങ്ങൾ വെക്കുക. വലിയ ദൂരങ്ങൾ മുന്നിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എതിരാളികൾ ഒന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആമ നമ്മുടെ സ്കൂളിലെ ഓട്ട മത്സരം നമ്മൾ വെക്കാം. നിങ്ങൾ സ്പോർട്സിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നില്ലാന്ന് പറയും. നിങ്ങൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്, സ്കൂളിൽ 50 പിള്ളേരുണ്ടെങ്കിൽ 25 പിള്ളേർ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കും. 200 മീറ്റർ ഓട്ട മത്സരമാണെങ്കിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്കൂളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു നോക്കാം, അങ്ങേയറ്റം 2-3 എണ്ണമാണ്. 3000 മീറ്റർ ഓട്ട മത്സരം സ്കൂളിൽ പങ്കെടുക്കാൻ ആളെ കാണത്തില്ല, അവൻ നേരെ പോകുന്നു സബ് ജില്ലയിലോട്ട്. ഇവൻ 6000 മീറ്റർ ഓട്ട മത്സരത്തിൽ അവൻ പങ്കെടുക്കുന്നെങ്കിൽ ഉറപ്പാണ് ഞാൻ പറയുന്നത് അവന്റെ ഫസ്റ്റ് മത്സരം വരുന്നതിനോ ഡിസ്ട്രിക്റ്റില്ല. ജില്ലയിലും സ്കൂളിലും മത്സരമില്ല, സബ് ജില്ലയിലും മത്സരമില്ല, അവന് മത്സരം വരുന്നത് ഡിസ്ട്രിക്റ്റില്ല. ഡിസ്ട്രിക്റ്റിൽ തന്നെ 2-3 പേരെ ഉണ്ടാവുള്ളൂ. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. +2 ശേഷം ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ലക്ഷങ്ങളോ മില്യൺസോ ആയിരിക്കാം. ഡിഗ്രി വരുമ്പോൾ അതിന്റെ എണ്ണം കുറഞ്ഞു വരും. മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ വീണ്ടും അതിന്റെ എണ്ണം കുറഞ്ഞു വരും. നിങ്ങൾ അതിനുശേഷം അടുത്ത ലെവലിന് ശേഷം നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുക, എണ്ണം വിരള എണ്ണാവുന്നവരായിരിക്കും. അതിനുശേഷമുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം നിങ്ങൾ ജോലിക്ക് അപേക്ഷിച്ച
നിങ്ങളുടെ ജോലിയുടെ വേക്കൻസി 15 ആപ്ലിക്കൻസ് 2 1 ഒക്കെ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എവിടെ നിങ്ങൾക്ക് ജോലി വേണമെന്നുള്ളത്. ആൻഡ് യു മസ്റ്റ് ഗോ ഫോർ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഐസർ തുടങ്ങിയ നല്ല സ്ഥാപനങ്ങൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ എടുക്കണം. അവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏത് ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നുള്ളത്. യു മസ്റ്റ് ഗോ ഫോർ ദാറ്റ്. ഒറ്റ പയ്യന്റെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഇങ്ങനെ മാത്രം പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. എൻ്റെ അപ്പന് കൂലിപ്പണിയായിരുന്നു. അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടികളോടൊക്കെ പടന്നു. ഞാനൊരു അതിന്റെ കഥകളോട്ടൊന്നും ഞാൻ പോവല്ല. പക്ഷെ എൻ്റെ വീടിനടുത്ത് ദൈവത്തെ വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ വീടിന് തൊട്ടടുത്ത് അവരെല്ലാം മർത്തോമക്കാരായിരുന്നു. ഞാനൊക്കെ കനാനയക്കാരൻ. അപ്പൊ മർത്തോമക്കാർ അവരെ എന്നെ വിളിച്ചുകൊണ്ട് സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി ഡിഗ്രി ഫൈനൽ ഇയർ വരെയുള്ള പുസ്തകമൊക്കെ മേടിച്ച് തന്ന് ഇങ്ങനെയൊക്കെ പഠിച്ച് ഇങ്ങോട്ട് വന്നു. ഈ പഠിച്ചു വന്നപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. ജോലി വേണോ പഠിക്കണോ. ഞാൻ ഡിഗ്രി MSc ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ എനിക്ക് സെൻട്രൽ സെക്രട്ടറിയായിട്ട് ജോലി കിട്ടി. അപ്പൊ എൻ്റെ ബീന ടീച്ചറിനോട് ഞാൻ ചോദിച്ചു. ടീച്ചർ പറഞ്ഞു കുറച്ചുകൂടെ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ല ജോലി കിട്ടും. ഞാൻ ആ അപ്പോയിൻമെന്റ് ഓർഡർ കീറി വന്നു. അത് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമുണ്ട്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ +1 തൊട്ട് അന്നത്തെ പ്രീ ഡിഗ്രി തൊട്ട് ഇങ്ങോട്ട് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ ഒന്നുകിൽ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ആശുപത്രിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നത്. ഞാൻ പ്രീ ഡിഗ്രി തൊട്ട് കൂലിപ്പണിക്കൊക്കെ പോയി പഠിച്ചു വന്നത്. MSc പഠിച്ചപ്പോൾ ഒരു മെച്ചം ഉണ്ടായിരുന്നേ. മാസ്റ്റേഴ്സിന്റെ പരീക്ഷയുടെ ഫൈനൽ ഇയർ വന്നപ്പോൾ ആ പരീക്ഷ ഫൈനൽ ഇയറിൽ 2 പേരും എക്സാം ഇതായിരുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ അപ്പനെ എന്നെ പഠിപ്പിച്ച ഒറ്റ സെന്റൻസ് ഇതാണ്: നിന്നെ എനിക്ക് എൻ്റെ ദൈവം തന്നതാണ്, അതുകൊണ്ട് നിന്റെ കാര്യം എല്ലാം ദൈവം നോക്കിക്കോളൂ. 1000 ജോലി ഒരിടത്തുണ്ടെങ്കിൽ നമുക്ക് 1000 ജോലി വേണ്ട, നമുക്ക് ഒന്ന് മതി. ബാക്കി 999 വേറെ ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ പഠിച്ചു വന്നപ്പോൾ ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എൻ്റെ മാസ്റ്റേഴ്സിന്റെ എക്സാമിന്റെ ലാസ്റ്റ് തലേ ദിവസമാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. അന്നേരം ഞാൻ പിറ്റേ ദിവസം എൻ്റെ എക്സാം തുടങ്ങുക MScക്ക്. അപ്പൊ അവിടെ അന്നേരം നമ്മുടെ മനസ്സിനകത്തുള്ള ഇതാണ്: ഫാദർ മരിച്ചു, പിറ്റേ ദിവസം എക്സാം ആണ്. 2 ഓപ്ഷനുള്ളൂ. ഒന്നീ ഫാദറിന്റെ അടക്കം നടത്താം, അല്ലെ പരീക്ഷ എഴുതാം. 2 ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ജീവിതത്തിൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ 2ൽ ഒന്നേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടുന്ന് തീരുമാനിച്ചത് പരീക്ഷ എഴുതാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ബോഡി മോർച്ചറി വെച്ചിട്ട് പരീക്ഷ എഴുതി. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒട്ടൊന്നും പോകല്ല. അതിനുശേഷം ഞാൻ ഈ PhDക്ക് പോയ സമയത്ത്, അപ്പോൾ അന്ന് ഈ PhDക്ക് പോയ സമയത്ത് എൻ്റെ എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യും? അന്ന് എൻ്റെ പള്ളിയിലെ അച്ഛന് എന്നോട് വന്ന് പറഞ്ഞൊരു സെന്റൻസ് ഇതാണ്: നീ എത്ര വേണേൽ പഠിക്കാൻ പോക്കോ, നിന്റെ ചിലവെല്ലാം ഞങ്ങൾ കണ്ടെത്തി തന്നോളാം. അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു ചെക്ക് കൊണ്ട് തന്നു. ആ ചെക്ക് 2000 രൂപയുടെ ഒരു ചെക്ക്. അന്ന് 2000 വലിയ തുകയാണ്. 2000 രൂപയുടെ ഒരു ചെക്കായിരുന്നു. അത് ഞാൻ ബാങ്കിൽ കൊണ്ട് കൊടുത്ത ചെക്ക് മാറി. അതിനുശേഷം ഞാൻ PhD കഴിയുന്നത് വരെ ആ ചെക്ക് എനിക്ക് എല്ലാ മാസവും വന്നുകൊണ്ടിരുന്നു. ഏതെങ്കിലും മാസം ആ ചെക്ക് വന്നില്ലെങ്കിൽ 2 മാസമോ 3 മാസമോ കഴിഞ്ഞാൽ വരുന്നുവെങ്കിൽ ആ തലേ മാസത്തെ പൈസ കൂടെ ചേർത്തായിരുന്നു ആ ചെക്ക് വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ എനിക്ക് 36 മാസം പൈസ വന്നു. 36ാമത്തെ മാസം ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു: അച്ഛാ, ഞാൻ എൻ്റെ PhD തീസിസ് വെച്ച് ഇനി എനിക്ക് പൈസയുടെ ആവശ്യമില്ലെന്നോ. അപ്പം പിറ്റേ മാസം തൊട്ട് പൈസ വന്നിട്ടില്ല. അപ്പൊ ഈ PhD കിട്ടിക്കഴിഞ്ഞ് ഞാൻ അച്ഛനോട് ചോദിച്ചു: അച്ഛാ, എനിക്ക് ഈ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ. അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച പറയാമെന്നോ. പിറ്റേ ആഴ്ച അച്ഛൻ പറഞ്ഞു പൈസ അവർക്ക് തിരിച്ചു വേണം, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ പൈസയായിട്ട് വേണ്ട, ഇതുപോലത്തെ അർഹതയുള്ള ആരെയെങ്കിലും കാണുവാണെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്പോൺസറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പിറ്റേ പറഞ്ഞു അടുത്ത ആഴ്ച പറയാമെന്നാണ്. പിറ്റേ ആഴ്ച അച്ഛൻ പറഞ്ഞു സ്പോൺസർക്ക് താല്പര്യമില്ലെന്നോ. ഇന്ന് വരെ എനിക്കറിയത്തില്ല സ്പോൺസർ ആരാന്ന്. എൻ്റെ കോളേജിൽ ഇപ്പോൾ ഒരു വിദ്യ പഠിക്കുന്നുണ്ട്. വിദ്യ എന്ന് പറഞ്ഞാൽ MSc ഇപ്പം ജസ്റ്റ് കഴിഞ്ഞു. MSc കേരള യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അപ്പം വിദ്യക്ക് അച്ഛനില്ല, അമ്മയുണ്ട്. ചേച്ചി മെന്റലി ചലഞ്ചഡാണ്. സ്വന്തമായി കാല് കുത്തി നിൽക്കാൻ വീടില്ല. പത്തനംതിട്ട സ്വദേശിയാണ്, എലന്തൂർ. സ്വന്തമായി കാല് കുത്തി നിൽക്കാൻ സ്ഥലമില്ല. ആദ്യം കുറച്ചു കാലം അടൂരാണ് താമസിച്ചത്. അവരിങ്ങനെ വാടക വീട് ഇങ്ങനെ മാറി താമസിക്കും. അവരുടെ വിദ്യ നീ എന്തൊരു ഭാഗ്യവതിയായി. അവൻ വിദ്യ സാറിനെ അങ്ങനെ പറഞ്ഞു. അവർ നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ, നേടാൻ മാത്രമല്ലേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം നിനക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത്? ഒരുപാട് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജീവിതത്തിൽ നേടാൻ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ മാർഗദീപം നിങ്ങളെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കുക. എൻ്റെ കോളേജിൽ ഇപ്പം ഈ വർഷം അജിത്ത് പോയി, ആൽബിൻ കെ അജിത്ത് പോയേക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്കോളർഷിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫുൾ ബ്രൈറ്റ്, മാസ്റ്റേഴ്സ്, എറാസ്മസ് മുണ്ടസ്, ഇങ്ങനത്തെ ഒരുപാട് മേരി ക്യൂറി ഫെലോഷിപ്പ്, ഡാറ്റ് ഫെലോഷിപ്പ്, ഇങ്ങനെ ഒരുപാട് ഫെലോഷിപ്പ്. ഇതെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ലോകം തുറന്നിട്ടിരിക്കുന്ന സ്കോളർഷിപ്പുകളാണ്. ഈ ആൽബിൻ പോയ ഈ സ്കോളർഷിപ്പിന്റെ ഒരു പ്രത്യേകത മാത്രം ഞാൻ പറയാം. മാസ്റ്റേഴ്സിന് പോകാനുള്ള ഡിഗ്രി സ്കോളർഷിപ്പാണ്. നമ്മൾ ഇച്ചിരി പണിയെടുക്കണം. അപ്പോൾ ആ മാസ്റ്റേഴ്സിന് പോകാനുള്ള BSc ഫിസിക്സ് കഴിഞ്ഞു. മാസ്റ്റേഴ്സിന് പോകാനായിട്ട് അവനിങ്ങനെ നമ്മുടെ
എറാസ്മസ് മുണ്ടസ് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തു. അപ്പം എറാസ്മസ് മുണ്ടസ് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അവന്റെ പ്രത്യേകിച്ച് ക്ലാസ്സിൽ 26 കുട്ടികളുണ്ടെങ്കിൽ ഇവന്റെ ഒരു 16-ാം 17-ാമനായിട്ട് വരും. അല്ല ക്ലാസ്സിൽ ടോപ്പറൊന്നുമല്ല. പക്ഷെ ഇവൻ അതിനുവേണ്ടി അവൻ ശ്രദ്ധിച്ചു. നമ്മളിപ്പോഴും പറയും ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് നമ്മളെപ്പോഴും പറയാറുണ്ട്. ആരാണ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ്? സാധാരണ കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികൾ 100 പിള്ളേർ പോയി കഴിഞ്ഞാൽ 100 പേരും കോളേജിൽ രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, എല്ലാവരും കോളേജിൽ പോകുന്നു. ഇത് 100 പേരും ചെയ്യുന്ന കാര്യമാണ്. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ല. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നവരാണ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ്. അങ്ങനെ ഈ ആൽവിൻ എറാസ്മസ് മുണ്ടസിന് അപ്ലൈ ചെയ്തു. ഇപ്പം അവന് കിട്ടി. ഇപ്പം ജസ്റ്റ് പോയി കഴിഞ്ഞ മാസം. അപ്പം ആദ്യത്തെ മാസം ഇറ്റലിയിലാണ്, ആദ്യത്തെ സെമിസ്റ്റർ. സെക്കൻഡ് സെമിസ്റ്റർ സ്ലോവേനിയയിലാണ്. തേർഡ് സെമിസ്റ്റർ ഫ്രാൻസിലാണ്. അത് കഴിഞ്ഞിട്ട് 4th സെമിസ്റ്റർ അവന് ഇഷ്ടമുള്ള ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയിലാണ് അവന് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് സർവ്വ ചെലവ് അവരാണ്. ഇത് കൂടാതെ 35 ലക്ഷം രൂപ. എൻ്റെ കൂടെ ഇപ്പം കഴിഞ്ഞ കുട്ടി ടിമി, നമുക്കിപ്പോൾ 80 ലക്ഷം രൂപയാണ് ഇവിടെ പഠിക്കാൻ കിട്ടുന്നത്. 80 lakhs. ഞാൻ ടിമിയോട് പറഞ്ഞു, ടിമി നിനക്ക് എന്നൊക്കെ ശമ്പളമാണല്ലോ. ഇങ്ങനത്തെ ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പിന്നീട് എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ദൈവം നടത്തട്ടെ. കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട സുധാമിസ് പറഞ്ഞ ഒറ്റ വാചകം. സുധാമിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുധാമിസ് പറഞ്ഞെല്ലാം മനസ്സിൽ നിന്ന്, ഇങ്ങനെ മനസ്സിൽ നിന്ന് പറയുവാനും മാത്രമുള്ള വേദികളിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. ഇന്നിപ്പം ജസീന്ത പറഞ്ഞതും റിയ പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സിൽ നിർത്താം. എന്നിട്ട് മനസ്സിൽ നിന്ന് പറയുവാനുള്ള വേദികളിലേക്ക് പോകുവാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ. നല്ല ക്രിസ്മസും നല്ല പുതുവത്സരവും ഒക്കെ ആശംസിച്ചുകൊണ്ട് മാർഗദീപത്തിന് കൂടുതൽ കരുത്തോടെ പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും.